മലയാള സിനിമാ പ്രേമികളുടെ പ്രിയ സംവിധായകനായി മാറിയ ആളാണ് മിഥുൻ മാനുവൽ തോമസ്. ഒരു സംവിധായകൻ എന്നതിലുപരി മികച്ച ഒരു തിരക്കഥാകൃത്ത് കൂടിയാണ് മിഥുൻ മാനുവൽ തോമസ്. ഇക്കാര്യം ഫീനിക്സ്, ഗരുഡൻ എന്നീ ചിത്രങ്ങളിലൂടെ മിഥുൻ മാനുവൽ തോമസ് തെളിയിച്ചിട്ടുണ്ട്. ജയറാമിനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ചിത്രമാണ് അബ്രഹാം ഓസ്ലർ. ഇപ്പോഴിതാ ഓസ്ലറിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് മിഥുൻ മാനുവൽ. ചിത്രത്തിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി ഒരു അതിഥി വേഷത്തിൽ എത്തുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ട്രെയിലറിന്റെ അവസാന ഭാഗത്ത് മമ്മൂട്ടിയുടെ സംഭാഷണവും ഉൾപ്പെടുത്തിയിരുന്നു എന്ന തരത്തിലും വാർത്തകൾ വന്നു. ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് എന്ന മമ്മൂട്ടിയുടെ ശബ്ദത്തോടെയാണ് ട്രെയിലർ അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ സാന്നിധ്യവും ഉറപ്പിക്കാം എന്ന കണക്കൂട്ടലിലായിരുന്നു ആരാധകർ. എന്നാൽ ഇപ്പോഴിതാ അതൊരു സാങ്കേതിക പിഴവ് മാത്രമാണെന്ന് പറയുകയാണ് മിഥുൻ മാനുവൽ തോമസ്. അത് മമ്മൂട്ടിയുടെ ശബ്ദം അല്ലെന്നും സാങ്കേതികപരമായി പറ്റിയ പിഴവാണെന്നുമാണ് മിഥുൻ മാനുവൽ തോമസ് പറയുന്നത്. താനും അത്തരമൊരു കാര്യം ട്രെയിലർ ഇറങ്ങിയ ശേഷമാണ് കണ്ടതെന്നും ഷൂട്ടിനിടയിൽ ഒരിക്കൽ പോലും താൻ മമ്മൂട്ടിയെ സെറ്റിൽ കണ്ടിട്ടില്ല എന്നും മിഥുൻ വ്യക്തമാക്കുന്നു. ആ സൗണ്ട് ആരുടേതായിരുന്നുവെന്നും സൗണ്ട് മിക്സിംഗ് എഞ്ചിനീയർക്ക് പറ്റിയ തെറ്റാണതെന്നും സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് പറയുന്നു. താനും ട്രെയിലർ ഇറങ്ങിയപ്പോഴാണ് ഇക്കാര്യം അറിഞ്ഞത്. അതൊരു ടെക്നിക്കൽ ഗ്ലിച്ച് ആണ്. എവിടെ നിന്നോ കയറി വന്നതാണ് ആ സൗണ്ട്. ഇനിയിപ്പോൾ 2-3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. നിങ്ങൾ സിനിമ കണ്ടു നോക്കൂ. അത് ഗ്ലിച്ചാണോ അല്ലയോ എന്ന് പ്രേക്ഷകർ സ്വയം വിലയിരുത്തട്ടെ എന്നും മിഥുൻ മാനുവൽ തോമസ് പറഞ്ഞു. താനും ജയറാമും 57 ദിവസം ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഒരിക്കൽ പോലും അവിടെ ഷൂട്ടിംഗ് സെറ്റിൽ മമ്മൂട്ടിയെ കണ്ടിട്ടില്ല എന്നും മിഥുൻ മാനുവൽ പറയുന്നുണ്ട്. പിള്ളേരെ പാച്ചൊക്കെ ചെയ്യിക്കാൻ ഒരു ദിവസം പറഞ്ഞയച്ചിരുന്നു. ഇനി ആ സമയത്തെങ്ങാനും മമ്മൂട്ടി വന്ന് അഭിനയിച്ചിരുന്നു എന്ന് തനിക്കറിയില്ല. സംവിധായകനും ഹീറോയും അറിഞ്ഞിട്ടില്ല മമ്മൂട്ടി വന്നിട്ടുണ്ടോ എന്നും മിഥുൻ കൂട്ടിച്ചേർത്തു. അതേസമയം ജയറാമും ഇതുതന്നെയായിരുന്നു നേരത്തെ പറഞ്ഞത്. ചിത്രത്തിൽ മമ്മൂട്ടി ഉണ്ടോ എന്ന് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് തനിക്ക് അറിയില്ല, താൻ 54 ദിവസം സെറ്റിൽ ഉണ്ടായിരുന്നുവെന്നും അത്രയും ദിവസം താൻ സെറ്റിൽ മമ്മൂട്ടിയെ കണ്ടിട്ടില്ല എന്നുമായിരുന്നു ജയറാം പറഞ്ഞിരുന്നത്. പക്ഷേ മമ്മൂട്ടി ചിത്രത്തിൽ ഉണ്ടാകും, തങ്ങളെ ഞെട്ടിക്കും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആ കാത്തിരിപ്പിന് ഇനി അധികം ദൂരമില്ല. ജയറാം നായകനായി എത്തുന്ന ഓസ്ലർ ജനുവരി 11-നാണ്, അതായത് ഈ വരുന്ന വ്യാഴാഴ്ചയാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. കുടുംബ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള ജയറാമിനെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ വലിയ മാറ്റങ്ങളോടെയാണ് സംവിധായകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. 5-ാം പാതിര എന്ന സൂപ്പർ ഹിറ്റ് ത്രില്ലർ ചിത്രത്തിന് ശേഷം മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണ് അബ്രഹാം ഓസ്ലർ. ഒരു മെഡിക്കൽ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ക്രൈം ത്രില്ലർ ചിത്രമാണിതെന്നാണ് സൂചനകൾ. ജയറാമിനെ കൂടാതെ അർജുൻ അശോകൻ, ദിലീഷ് പോത്തൻ, ജഗദീഷ്, അനശ്വര രാജൻ, സെന്തിൽ കൃഷ്ണ, അർജുൻ നന്ദകുമാർ, ആര്യ സലീം, അസീം ജമാൽ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.